ശ്രീ കൃഷ്ണദാസ്, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഇ ഡിയുടെ ഇമാതിരി വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട. കൈക്കൂലി കേസിൽ പോലും വളരെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം പ്രതിയായി നിൽക്കുന്ന സാഹചര്യം വരികയാണ്. തമിഴ്നാട്ടിലേക്ക് പോയാൽ സുപ്രീം കോടതി അതിനിശ്ചിതമായിട്ടാണ് ഇ ഡിയെ വിമർശിച്ചിട്ടുള്ളത്. മാത്രമല്ല നടപടികളൊക്കെ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ട്. അപ്പോൾ നിയമപരമായിട്ടായാലും ജനങ്ങളുടെ മുമ്പിലായാലും ഇത്രമേൽ സംശയാസ്പദമായി നിൽക്കുന്ന മറ്റൊരു കേന്ദ്ര ഏജൻസി ഉണ്ടോ എന്ന് ഒരു സംശയമില്ലാത്ത വിധം ആളുകൾക്ക് തോന്നും. പക്ഷേ എന്നാൽ ബി ജെ പിക്കാർ സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യം വരുന്ന കേസുകളിലൊക്കെ സംരക്ഷകരായി മാറുന്ന ഇ ഡിയെ ഈ കേരളത്തിൽ തന്നെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കി വിരട്ടാനും വിലപേശാനും ഇറങ്ങിത്തിരിച്ചാൽ ആ ഇ ഡിയെ വകവെച്ചു കൊടുക്കുന്ന നാടല്ല കേരളം എന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി തന്നെയാണ് രാഷ്ട്രീയമായി ഇ ഡിയോടും ആ ഇ ഡിയെ നയിക്കുന്ന മോദിയോടും അതിനെ നയിക്കുന്ന ബി ജെ പിയോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൃഷ്ണദാസ്, സ്ഥലത്ത് നമുക്ക് ഒരു അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി കാണാൻ വേണ്ടി കഴിയുക? ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കരുവന്നൂരിലെ ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ആരാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്? 2021 ജൂലൈ മാസം 14-ാം തീയതി ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ ഇരിങ്ങാലക്കുട പോലീസാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 180 കോടി രൂപയോളം വരുന്ന തുകയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയത് ഇ ഡി അല്ലല്ലോ. ഇ ഡി കണ്ടെത്തിയത് 300 കോടി രൂപയുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോലീസ് അന്വേഷണം വന്നു, പരാതികൾ വന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു, അതിനെ സംബന്ധിച്ച പ്രതികളെ സംബന്ധിച്ചുള്ള ധാരണകൾ വന്നു, തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു വന്നു, തട്ടിപ്പ് നടത്തിയത് ആരാണ് എന്നുള്ളത് പുറത്തു വന്നു. ഇത്രയൊക്കെ വ്യക്തമായി കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം അതിൽ PMLA ആക്ട് ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് മാത്രമാണ് ഇ ഡിക്ക് അന്വേഷിക്കാനുള്ളത്. അങ്ങനെ PMLA ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇ ഡി അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിൽ പണം വെട്ടിക്കപ്പെട്ടിട്ടുണ്ടോ, അതിൽ സാധാരണക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് പരാതി ഉണ്ടോ, ഇതെല്ലാം പോലീസിന്റെ മുൻപിലില്ലേ, കേരള പോലീസിന്റെ മുൻപിൽ. എന്തിനാ പിന്നെ അവർ അന്വേഷിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്തത്? എന്തിനാ പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് രേഖകളെല്ലാം പിടിച്ചെടുത്ത് ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? അപ്പൊ സ്വാഭാവികമായും ഇതിലെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഇ ഡിയെ സംബന്ധിച്ചുള്ളത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത്? എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാകാത്തത്? എവിടെയാണ് തടസ്സം നിൽക്കുന്നത്? BJP ആണോ ബാങ്ക് ഭരിക്കുന്നത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ ബാങ്ക് ഭരിക്കുന്നത്? അല്ലല്ലോ. ആരോപണം ഉന്നയിച്ചത് BJP-യുമല്ല, ഇ ഡി തന്നെയാണ്. കാരണം ഈ ബാങ്കിൻ്റെ ഈ വായ്പകളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എടുത്തുകൊണ്ടുപോയി. ബാങ്കിൻ്റെ പുനഃസംഘാടനം സാധ്യമാകാതെ വന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ തന്നെ പോയി കേസ് നടത്തി എടുക്കേണ്ടി വന്നു. ക്രൈംബ്രാഞ്ച് എന്താണ് ഇതിൽ കള്ളപ്പണത്തിൻ്റെ സാധ്യതയുണ്ടോ, സാന്നിധ്യമുണ്ടോ? ഇതാണല്ലോ PMLA ആക്ട് പ്രകാരം ഇ ഡി നടത്തുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അതല്ല. ക്രൈംബ്രാഞ്ച് അതിനുമൊക്കെ അപ്പുറം ആ ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമക്കേടിൻ്റെ, തട്ടിപ്പിൻ്റെ പൂർണ്ണമായ ആഴം, വ്യാപ്തി അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഈ ബാങ്ക് രേഖകൾ പ്രധാനമാണ്, അതിലെ ആധാരങ്ങൾ പ്രധാനമാണ്. അതിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തണമെങ്കിൽ ഇതെല്ലാം വേണം. ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതാരാണ്? ഇ ഡിയാണ്. എന്നിട്ട് ഹൈക്കോടതി തന്നെ ഇ ഡിയെ ശാസിച്ച ഡോക്യുമെൻറ്റുകൾ നിങ്ങളുടെ കൈവശം വെക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തോ? കാലതാമസം വരുത്തിയോ? അങ്ങനെയാണ് കാലതാമസം ഉണ്ടായത്. പറഞ്ഞോളൂ. സ്ഥലത്തെ ഒന്നുകിൽ എന്നെ ഞാൻ പറയുന്നിടയ്ക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഇനി അതല്ല അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായ ചോദ്യമല്ല, രാഷ്ട്രീയമല്ല, ചോദ്യമാണത്. അല്ലെങ്കിൽ എൻ്റെ ഞാൻ ആഡ് ചെയ്തതാണ്, കൂട്ടിച്ചേർത്താണ്. താങ്കൾക്ക് പറയാം ബാക്കി. ശരി. അപ്പൊ ഞാനൊരു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനത്തിന്റെ ജനശ്രദ്ധയിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ രാഷ്ട്രീയം ചേർക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ വേണ്ടി കഴിയും. എന്റെ രാഷ്ട്രീയമല്ല, ഞാനൊരു കോടതി നടപടിക്രമമാണ് ശ്രീ കൃഷ്ണദാസ് സൂചിപ്പിച്ചത്. താങ്കൾക്ക് അതിനോട് ചലഞ്ച് ചെയ്യാം, തർക്കിക്കാം. ഇത് കേരളത്തിലെ ഹൈക്കോടതിയിൽ നടന്ന കാര്യമല്ലേ? ഞാനത് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ തർക്കിക്കാൻ പറ്റുന്ന ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ച് ഇങ്ങനെ നിലനിർത്തി. ഞാൻ അതിൻ്റെ കാരണം എന്ന നിലയിൽ ഒരു വിഷയം അവതരിപ്പിച്ചും വെച്ചു. അതിൽ ഇ ഡി തന്നെയാണ് കാലതാമസം വരുത്തിയത്. ഡോക്യുമെൻറ്റുകൾ എടുത്തുകൊണ്ടുപോയി ഹൈക്കോടതിയിൽ തന്നെ അവസാനം ഇ ഡിയെ അതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് തന്നെ മടക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി അതിനും വേണ്ടി ഞാൻ കേസ് നടത്തേണ്ടി വന്നു. ഞാൻ ആ ഫാക്റ്റാണ് അങ്ങോട്ട് വെച്ചത്. താങ്കൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാം, എതിർക്കാം. ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്. ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പരാതി ഉള്ളത്. അല്ല, അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ വാർത്തയും നമ്മുടെ ചർച്ചയും അനുബന്ധ കുറ്റപത്രമാണ്. അനുബന്ധ കുറ്റപത്രത്തിലാണ് അമിത താല്പര്യമെടുത്ത് ഇപ്പോൾ കേരളത്തിൽ രാജ്യത്താകെ ഇ ഡിക്ക് നാണക്കേടാകുന്ന രീതിയിൽ കൈക്കൂലി കേസിൽപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് കേരളത്തിലെ ഇ ഡി നിൽക്കുന്നു.
തമിഴ്നാട്ടിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനുബന്ധ കുറ്റപത്രം ധൃതിയിൽ കൊടുത്ത് വിലപേശാനും വിരട്ടാനും നോക്കുന്നത്. ഇതാണ് പ്രശ്നം. പഴയ കുറ്റപത്രത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിന് വേറെ തന്നെ തർക്കം ആദ്യം വന്നു കഴിഞ്ഞതാണ്. അതല്ല നിങ്ങളുടെ പ്രശ്നം, അതൊന്നുമല്ല ഞാൻ ഉന്നയിച്ച പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം വേറെയാണ്, ഞാൻ ഉന്നയിച്ച പ്രശ്നം വേറെയാണ്. അന്വേഷണം നടക്കുന്ന കാര്യങ്ങളും വേറെയാണ്. ഞാൻ ചോദിച്ചത് പരാതി കൊടുത്തത് BJP-ക്കാരാണോ? അല്ലല്ലോ. സാർ, പരാതി കുറ്റപത്രം കൊടുത്തത് എന്നാണ് അവിടുത്തെ പറഞ്ഞത്. ആ നിക്ഷേപകരാണ്. കുറ്റപത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും പറയാനില്ല ശരത്ത്. നിങ്ങൾ ശ്രീ കൃഷ്ണദാസ്, കുറ്റപത്രം എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അനുബന്ധ കുറ്റപത്രമാണ് ചർച്ചാ വിഷയം. നടക്കൂല. പറ്റുമെങ്കിൽ BJP-ക്കാരൻ വേണമെങ്കിൽ മതി. ശ്രീ കൃഷ്ണദാസ്, താങ്കളെപ്പോലെ ഒരു അഭിഭാഷകൻ കൂടിയ ഒരാളോടല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്? കുറ്റപത്രമല്ലേ വിഷയം? ഞാൻ പറഞ്ഞു കുറ്റപത്രം മാത്രമല്ല, കുറ്റപത്രത്തിനും അപ്പുറം ഇപ്പോൾ വന്ന അനുബന്ധ കുറ്റപത്രം, അതിലാണ് പുതിയ വിമർശനവും ചർച്ചയും എന്ന് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ കുറ്റപത്രത്തിന് മുൻപ് അന്വേഷണം നടത്തിയ പോലീസ് ഉണ്ടല്ലോ, ഇരിങ്ങാലക്കുട പോലീസ്, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഉണ്ടല്ലോ, അതൊന്നും BJP-യുടെ കൺട്രോളിലല്ലോ. അതൊക്കെ സഖാവ് പിണറായി വിജയന്റെ കൺട്രോളിലുള്ള ആളുകളല്ലേ, അവരല്ലേ അന്വേഷണം നടത്തിയത്. അപ്പൊ കേസ് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അവിടെ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ED അല്ലല്ലോ. ED നഷ്ടപ്പെട്ട പണം PMLA ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്ന് മാത്രമല്ലേ അന്വേഷിച്ചിട്ടുള്ളൂ. ഞാനതുകൊണ്ടാണ് ശരത്തെ ചോദിച്ചത്, ആ ബാങ്കിൽ കൃത്രിമം നടന്നില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ, ആ ബാങ്കിൽ പരാതിയില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ. അപ്പൊ അങ്ങനെയെല്ലാം ഇല്ലാതിരിക്കെ അവിടെ അങ്ങ് പറയുന്നത് പോലെ തന്നെ ED രേഖകളെല്ലാം ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ക്രൈംബ്രാഞ്ചിൽ നിന്ന് രേഖകൾ പിടിച്ചുകൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ച് ആദ്യം എല്ലാ രേഖകളും എടുത്തിട്ട് പോയില്ലേ? അപ്പൊ ED അന്വേഷണം കൊടുക്കാതിരിക്കല്ലേ ചെയ്തത്? നിങ്ങൾ ബാങ്കിൽ നിന്നാണ് കൊണ്ടുപോയത്. തെറ്റിദ്ധരിപ്പിച്ചാൽ അല്ലെങ്കിൽ മാറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് വാസ്തവവിരുദ്ധമായ കാര്യം വസ്തുതയാവുക? ബാങ്കിൽ നിന്ന് ED എടുത്തുകൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി ബാങ്ക് അവസാനം ഹൈക്കോടതി വരെ പോയി. ഞാൻ താങ്കളോട് അതിലൊന്നും തർക്കിക്കാനില്ല. ഇതൊക്കെ വസ്തുതാപരമായി നമ്മുടെ മുമ്പിൽ എത്രയോ വാർത്തകൾ മുൻപേ വന്നതാണ്. വസ്തുതക്കപ്പുറം ഇതിൽ ഒരു രാഷ്ട്രീയവും കലർത്തി പറഞ്ഞിട്ടില്ല ശരത്ത്. ശരി, ഓക്കെ. ഞാൻ വസ്തുതക്കപ്പുറം ഒരു രാഷ്ട്രീയവും തീർച്ചയായും അത് കാണുന്നവർ വിലയിരുത്തട്ടെ. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ. അതെ, ഞാൻ അല്ല കാണുന്നവരുടെ വിലയിരുത്താനുള്ളത്. ഞാൻ അതുകൊണ്ടല്ലേ കൃത്യമായി പറഞ്ഞത്. ഞാൻ വസ്തുതക്കപ്പുറം ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസാണ്, പിന്നീട് ക്രൈംബ്രാഞ്ച് ചെയ്തു. അപ്പോഴൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് അതിൽ PMLA ആക്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് മാത്രമേ സൂചിപ്പിച്ചത്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ് സൂചിപ്പിക്കാം. അങ്ങ് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് പ്രധാനമായും ഇതിൽ അങ്ങയുടെ വാദം എന്താണ്? ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനാണ്, അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ ഇല്ലാതാകുന്നത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു കൈക്കൂലിയിൽപ്പെട്ടാൽ ഇനി 10 ഉദ്യോഗസ്ഥർ കൊടകര കേസ് അന്വേഷിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തൊരു ക്രൈം എങ്ങനെ ഇല്ലാതാകുന്നത്? BJP-യെ ചക്രശ്വാസം വലിപ്പിച്ച, കേരളത്തിന്റെ മുമ്പിൽ വല്ലാതെ നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. അത്രയും കൂടി ഞാൻ ബ്രാക്കറ്റിൽ ചേർക്കുന്നു. ശരത്ത്, ഇതൊക്കെ നിങ്ങളുടെ പാർട്ടി ക്ലാസുകൾ അണികളെ പറ്റിക്കാനും. ഞാനൊരു മാധ്യമത്തിലിരുന്നാണ് സാർ പറയുന്നത്. ഞാനൊരു മാധ്യമത്തിലിരുന്ന് കേരളത്തിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിന് അങ്ങനെ താങ്കൾക്ക് മറുപടി പറയാം. അതിന് വേറെന്തെങ്കിലും പറഞ്ഞാൽ അത് മറുപടിയാവില്ല എന്നേ ഉള്ളൂ. പറയാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെന്നേ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ. അല്ല, അവിടുത്തെ പ്യൂണല്ല. അതെ, ഞാൻ അവരെ ചുരുക്കി കണ്ടും മോശപ്പെടുത്തിയും പറഞ്ഞതല്ല. അതിന്റെ ഏറ്റവും ചുമതലപ്പെട്ട ആളെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരത്തെ, ഞാൻ പറഞ്ഞത് ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആ യൂണിറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. അവർക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിച്ചോട്ടെ, അവർ അഴിമതിക്കാരായി കണ്ടെത്തിക്കോട്ടെ, അവർക്കെതിരെ കേസ് വന്നോട്ടെ, വിജിലൻസ് കേസ് എടുത്തോട്ടെ, അന്വേഷിച്ചോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ക്രൈം ഇല്ലാതെയാകോ? നിങ്ങൾ ചെയ്ത കുറ്റമില്ലാതെയാകോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പണമില്ലാതെയാകോ? നിങ്ങൾ പണമില്ലാതെയാകോ?